ഇത് നമ്മുടെ ആൽബിനോ ടൈഗർ ഓസ്കാറുകളെ ഇടാനായിട്ട് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയൊരു ടാങ്കിൻ്റെ അപ്ഡേറ്റ് ആണ്. അപ്പോൾ അതായത് നമ്മൾ ടാർപോളിനും കാര്യങ്ങളൊക്കെ ഇറക്കി. അതിന് മുമ്പ് നമ്മൾ കുറച്ച് പ്ലാസ്റ്റിക് ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു ടാർപോളിന് കംപ്ലൈൻറ്റ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ആൽഗെ വാട്ടർ പ്രിഫർ ചെയ്യുന്നത് കൊണ്ട് മറ്റ് ഫിഷ് ടാങ്കുകളിൽ നിന്ന് നമ്മൾ ആൽഗെ വാട്ടർ ഒരു 3-4 ബക്കറ്റ് കൊണ്ടുവന്ന് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും വെള്ളം ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ടോപ്പ് ലെവൽ വരെ. ഇങ്ങനെ ചെയ്യുമ്പോൾ ആൽഗെ വാട്ടറും ഓൾറെഡി ഉള്ള വെള്ളവും തമ്മിൽ നല്ല രീതിയിൽ മിക്സ് ആയിക്കോളും. അതുപോലെ തന്നെ ഓക്സിജനും നല്ല രീതിയിൽ ഡിസോൾവ് ആയിക്കോളും. പിന്നെ ഓൾറെഡി മീനുകൾ എടുക്കുന്ന ടാങ്കിൽ നിന്ന് കുറച്ച് വെള്ളം ഇതുപോലുള്ള പുതിയ ഫിഷ് ടാങ്കുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് റെക്കമെൻഡഡ് ആണ്. അതിന് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് പെട്ടെന്ന് തന്നെ വളർന്ന് ബൂസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ നൈട്രജൻ സൈക്കിളിനെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല ബാക്ടീരിയാസ് അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് ഓൾറെഡി മീനുകൾ എടുക്കുന്ന ടാങ്കിൽ ധാരാളം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് വെള്ളം കൊണ്ട് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു പ്രോസസ്സ് ഇതിനകത്ത് സ്റ്റാർട്ടാവും. അതിനുശേഷം നമ്മൾ മീനുകളൊക്കെ ആഡ് ചെയ്ത് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ല രീതിയിൽ തന്നെ ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ഒരു നൈട്രജൻ സൈക്കിൾ പ്രോസസ്സ് നല്ല രീതിയിൽ തന്നെ ടാങ്കുകളിൽ നടന്നോളും. ഇങ്ങനെ ചെയ്യുന്നത് ആ ഒരു പ്രോസസ്സ് സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഫ്രഷ് വെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളത്, പഴയ ടാങ്കിൽ നിന്ന് വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും സ്ലോ ആയിട്ട് ഈ ബാക്ടീരിയാസ് ഈ വെള്ളത്തിൽ ഫോം ചെയ്യും, നല്ല ബാക്ടീരിയാസ്. അങ്ങനെ ഫിഷ് ടാങ്കുകളിൽ നാച്ചുറലായിട്ട് ഈ ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് ഫോം ചെയ്യുന്നത് വളരെ സ്ലോ ആയിരിക്കും. അത് കുറച്ച് സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റ് ഫിഷ് ടാങ്കുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി മീനുകൾ എടുക്കുന്ന ടാങ്കിൽ നിന്ന് ഒരു 5 ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് ഈ ഒരു ടാങ്കിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കളർ മാറിയിട്ടുണ്ട്, ചെറുതായിട്ടൊരു ഗ്രീനിഷ് കളർ ആയിട്ടുണ്ട്. ഇനി ഈ ഒരു വെള്ളം ഇവിടെ കിടന്നങ്ങ് കണ്ടീഷൻ ആയിക്കോളൂ. നമ്മളൊരു 3-4 ദിവസം ഇങ്ങനെ വെക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എയറേഷൻ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമുക്കിവിടെ പ്ലഗ് പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് എയറേഷൻ കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഒരു 3 ദിവസം വിട്ടതിന് ശേഷമാണ് നമ്മൾ മീനുകളെ ആഡ് ചെയ്യുന്നത്. ആ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നമ്മൾ വെള്ളം നിറച്ച് ഒരു 3-4 ദിവസം വിടുമ്പോൾ ഇതിന് എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ അതും നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇത് കവർ ചെയ്യാനുള്ള നെറ്റ് നമ്മൾ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഓസ്കാറുകളായതുകൊണ്ട് മഴവെള്ളം ഇതിനകത്ത് വീഴാനായിട്ട് പാടില്ല. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സൈസിനുള്ള ഒരു ടാർപോളിൻ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കവർ ചെയ്യാനായിട്ട്. 2x2 മീറ്ററിൻ്റെ നെറ്റാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. വലിയ പ്രൈസ് ഒന്നും ആയില്ല, 120 രൂപയാണ് പ്രൈസ് ആയത്. അതുപോലെ തന്നെ മഴവെള്ളം വീഴാതിരിക്കാനുള്ള 6-6ൻ്റെ ടാർപോളിനാണ് നമ്മൾ വാങ്ങിയത്, 90 GS-ൻ്റെ. അതിന് ഏകദേശം 150 രൂപയ്ക്കാണ് പ്രൈസ് വന്നത്. അപ്പോൾ നമ്മൾ ടാങ്കൊക്കെ സെറ്റാക്കി വെള്ളം നിറച്ച് നെറ്റൊക്കെ ഇട്ട് കവർ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണിക്കാം. ഈ കുറച്ച് ദിവസം കഴിഞ്ഞാണ് നമ്മൾ മീനുകളെ ആഡ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഓവർഫ്ലോ സൈഫണും വാട്ടർ ചേഞ്ചിനുള്ള സൈഫണും ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ മീനുകൾ ഇടുന്ന വീഡിയോയിൽ കാണിക്കാം. ഞാൻ നേരത്തെ മറ്റ് ടാങ്കുകളിൽ നിന്ന് വെള്ളം ആഡ് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഈ ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് ലിക്വിഡ് ഫോമിൽ വരുന്നുണ്ട്. അത് ഡയറക്റ്റ് നമുക്ക് ഫിഷ് ടാങ്കിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തും ഈ ഒരു നൈട്രജൻ സൈക്കിളിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഫിഷ് ടാങ്കുകളിൽ ക്ലോറിൻ അടങ്ങിയിട്ടുള്ള ടാപ്പ് വാട്ടറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെ ക്ലോറിൻ കളഞ്ഞിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അത് മീനുകൾക്ക് ടോക്സിക് ആണ്. ഒന്നുകിൽ ആ വെള്ളം സൺലൈറ്റിൽ വെച്ച് എക്സ്പോസ് ചെയ്ത് ഈ ക്ലോറിൻ ഇവാപ്പറേറ്റ് ചെയ്ത് കളയുക, അല്ലാന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിലേക്ക് വാട്ടർ കണ്ടീഷണർ എന്ന് പറയുന്ന ലിക്വിഡ് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വെള്ളത്തിലെ ക്ലോറിൻ കളഞ്ഞതിന് ശേഷം മാത്രമേ ഫിഷ് ടാങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഈ പറഞ്ഞ 2 പ്രോഡക്ട്സ് നമ്മൾ ടാഗ് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യമുള്ളവർക്ക് വാങ്ങി യൂസ് ചെയ്യാം.